ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിനു ശേഷം പാൻ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ പാൻ നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടികളൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഓണാക്കിയാൽ മതി കേട്ടോ. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഇത്രയും പൊടികൾ എടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മൾ വറുക്കാതെ പൊടികൾ ചേർക്കണായിട്ടും കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുപോലെ വറുത്തിട്ട് കറികൾക്ക് ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറുത്തച്ച പൊടിയോടെ മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ഇപ്പോൾ കുക്കറിലാണ് ഒറ്റ വിസിലാണ് ഇപ്പോൾ ഇത് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലല്ലെങ്കിലും സാധാ പാനിൽ വെച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ കറിയാക്കാം. കുക്കറിൽ വിസിലാക്കണമെന്നില്ല. എല്ലാതും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ 2 മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും 1 തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്പി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ തക്കാളിയും ഉള്ളിലേക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ഉള്ളി തക്കാളിക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഞാൻ അതിൽ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുണ്ട്. 2 ചെറിയ ഉരുളൻകിഴങ്ങ് ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലുതൊക്കെ ആണെങ്കിൽ 1 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ഇടുമ്പോൾ നമ്മളെ കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടും. ആ ഉരുളൻകിഴങ്ങ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ച പൊടിയില്ലേ, ആ പൊടികൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾ പൊടികൾ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് ആക്കുക. അതുപോലെ പൊടികൾ ഒരുപാടാണ് കരിഞ്ഞു പോയിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വറുത്ത് പൊടിച്ചതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടിക്ക്. വറുത്ത് പൊടിച്ചുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ നല്ല കുറച്ച് മസാലകളൊക്കെ കൂട്ടിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ കുറച്ച് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു ഇൻഗ്രീഡിയൻസിനും ചേർക്കണം. നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും. ചില ചിക്കൻ നല്ല ഹാർഡായിട്ടുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് ഈ ചിക്കന് നാരങ്ങ നീര് തേച്ച് ചേർത്താൽ. ഇനി നമുക്ക് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലുണ്ടാകും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ തണ്ടും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ആ മസാലപ്പൊടികളും ഉരുളൻകിഴങ്ങും ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂൺ വെച്ച് അതിലത്ര കണ്ട് മിക്സായി കിട്ടില്ല. ഇവ എന്താ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്താൽ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരുപാട് വെള്ളം നമ്മൾ ഈ ചിക്കൻ കറിയിൽ ചേർക്കുന്നില്ല. നമ്മൾ പൊടി വറുത്തെടുത്ത പാനില്ലേ, അതിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്കർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം മസാലകളൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് 1 വീസിലിട്ടോ. നമ്മളിവിടെ വാങ്ങുന്ന ചിക്കന് പല ബ്രാൻഡിലുള്ള ചിക്കൻ ആയിരിക്കും. ഇവിടുത്തെ 1 വീസിലാവുമ്പോൾ കറക്റ്റ് വേവ് ആവും കേട്ടോ. 2ാമത്തെ വീസിലൊക്കെ ആകുമ്പോൾ ചില ചിക്കനൊക്കെ എല്ലുമ്പോൾ അങ്ങനെ പോരുന്ന ടൈപ്പായി ഉണ്ടാവും. അപ്പോൾ ചിലത് ഇങ്ങനെ വീസിൽ വരുന്ന ആ സൗണ്ട് വരുന്ന സമയത്ത് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ കറക്റ്റ് 1 വീസിലിന് ഓഫ് ചെയ്താൽ കറക്റ്റ് വേവിൽ കിട്ടും. നിങ്ങൾക്ക് ഒന്ന് നല്ല 2 3 4 വീസിലൊക്കെ വരുന്ന ചിക്കനാണെങ്കിൽ നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു പോകും. അത് ഇത് നമ്മൾ പല പറഞ്ഞില്ലേ, കുക്കറിൽ വിസിലാക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാ പാനിൽ നമ്മൾ ചട്ടിയിലോ എന്തിലാച്ച് നിങ്ങൾ വെക്കണമെന്ന് വെച്ചാൽ അതിലിങ്ങനെ തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. കുക്കറിൽ വിസിലാക്കണമെന്നില്ല. ഞാൻ പെട്ടെന്ന് ഈസി വേ ആയിട്ട് ചെയ്തതാണ് കുക്കറിൽ ഒറ്റ വിസിൽ. എനിക്ക് ഒരു വിസിലിന് കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ല, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം, എന്നാലും ലൂസാക്കുന്നില്ല കേട്ടോ. കുറച്ച് കുറുകിയ ടൈപ്പിലാണ് ഈ ചിക്കൻ കറി എടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം കേട്ടോ. ഒരുപാട് ലൂസാക്കിയിട്ട് ഞാൻ കറിയാക്കുന്നില്ല. നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്കതൊന്ന് വറുത്തിടണം. അതിന് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി അതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ സാധാ ഉള്ളി മൂപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട്, ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ 1 പിടി മല്ലിച്ചപ്പും ചെറുതാക്കി അരിയുക. എന്നിട്ട് ഒന്ന് വരും. മല്ലിച്ചപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിച്ചപ്പ് ഇടുമ്പോൾ. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇവിടെ സെറ്റാക്കി വെച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ ഉള്ളിയൊക്കെ വറുത്തിടുമ്പോൾ തന്നെ ചുവന്നലൊക്കെ വറുത്തിടുമ്പോൾ തന്നെ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ വറുത്തിട്ടാണല്ലോ കേട്ടോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വേണ്ട, ഞാൻ ഈ ഒരു കുറുക്കിയ ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസാക്കുന്നില്ല. നിങ്ങൾക്ക് ലൂസ് ആയിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് ലൂസാക്കണ്ട, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാം. അപ്പോൾ നമ്മളെ കുറുകിയ ടൈപ്പിലുള്ള ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും പത്തിരിക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാവുക. നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.